ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ബീഫാണോ അതോ പോർക്കാണോ ഏറ്റവും നല്ല ഇറച്ചി എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ പൊതുവെ കേട്ടിരിക്കുന്നത് ബീഫായാലും പോർക്കായാലും രണ്ടും ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകും. ഹൈ കൊളസ്ട്രോളിനും ഹൈ ബി പിക്കും അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസിനും ഒക്കെ കാരണമാകുന്നത് ഈ രണ്ട് ഇറച്ചികളുമാണ് എന്നാണ് പൊതുവെ നമ്മൾ കേട്ടിരിക്കുന്നത്. പക്ഷേ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ, ഇതിൽ എന്തുമാത്രം സത്യമുണ്ട് എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഡൈവ് ഡീപ്പ് ഇൻ ടു ഇറ്റ്. അപ്പോൾ ആദ്യം തന്നെ ബീഫിനെ കുറിച്ച് പറയട്ടെ. നമ്മൾ മലയാളികൾക്ക് ബീഫ് എന്ന് പറയുന്നത് വെറും ഒരു ഡിഷല്ല, നമ്മൾക്കതൊരു വികാരം തന്നെയാണ്. കാരണം നമ്മളിവിടെ ബീഫ് ഫെസ്റ്റ് വരെ നടത്തിയിട്ടുണ്ട്. ഒരുപാട് സംഘത്തലവന്മാർ ഇതിനെ എതിർത്തിട്ടുമുണ്ട്. അവരിൽ പലരും അവർ ബീഫല്ല കഴിച്ചത്, അതിലെ ഉള്ളി മാത്രമേ കഴിച്ചുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ മുന്നിലേക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ബീഫ് കറിയും നല്ല തുമ്പപ്പൂ പോലത്തെ ചോറും ഒക്കെ എടുത്തൊന്ന് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉമ്മാർ ഇതെല്ലാം കൂടെ കുഴച്ച് പുരട്ടിയിട്ട് ജമ്മെന്ന് വായിലേക്ക് ഇട്ട് ക്ലങ്ങെന്ന് അടിച്ചു കളയും. അമ്മാതിരി ടേസ്റ്റുള്ള ഒരു സംഭവമാണത്. പക്ഷെ എന്താണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ? ഇത് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഇതുകൊണ്ടുണ്ടോ എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഗ്ലോബൽ പോപ്പുലാരിറ്റി നമുക്കെടുക്കാം. അപ്പോൾ ഗ്ലോബൽ പോപ്പുലാരിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യപ്പെടുന്ന ഇറച്ചി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഫിന്റെ ആരാധകർ സ്വാഭാവികമായിട്ടും ബീഫ് എന്ന് തന്നെയായിരിക്കും പറയുക. അതുപോലെ തന്നെ പോർക്കിന്റെ ആരാധകർ നേരെ തിരിച്ചും പറയും. പക്ഷേ സത്യാവസ്ഥ ഇതൊന്നുമല്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യപ്പെടുന്ന ഇറച്ചി എന്ന് പറയുന്നത് ചിക്കനാണ്. രണ്ടാം സ്ഥാനം തീർച്ചയായിട്ടും നമ്മളുടെ ബീഫിന് തന്നെയാണുള്ളത്. മൂന്നാം സ്ഥാനമാണ് പോർക്കിന് വരുന്നത്. എന്നാൽ USA, ജർമ്മനി, അതുപോലെ തന്നെ ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ചിക്കൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യപ്പെടുന്നത് അവിടെ പോർക്കാണ്. മൂന്നാം സ്ഥാനമാണ് അവിടെ ബീഫിനുള്ളത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ IQ കൂടിയവരുടെ നാട് എന്നറിയപ്പെടുന്ന ജപ്പാനിൽ അവിടെ ചിക്കൻ കഴിഞ്ഞാൽ ആളുകൾ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് പോർക്ക് ഇറച്ചിയാണ്. ഇപ്പൊ എന്ന് കരുതി അവിടെ പോർക്കും ചിക്കനും കൂടുതലും കഴിച്ചു കഴിഞ്ഞാൽ IQ കൂടുമോ എന്നറിയില്ല. കാരണം അവരുടെ മുഴുവനായിട്ടുള്ള ഒരു ഡയറ്റ് എങ്ങനെയാണെന്ന് അതിനെ കുറിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അടുത്തതായി നമുക്ക് ഇതിന്റെ ഒരു ന്യൂട്രീഷൻ വാല്യൂ എന്താണ് എന്ന് നോക്കാം. അപ്പൊ അതിൽ ആദ്യം തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇത് രണ്ട് ബീഫായാലും പോർക്കായാലും രണ്ടും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഇറച്ചി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി നമ്മൾ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഡയറ്റിൽ ഏറ്റവും കൂടുതലുള്ളത് കാർബ്സ് ആണ്. അപ്പൊ നമ്മൾ കൂടുതൽ കഴിക്കുന്ന റൈസ് അല്ലെങ്കിൽ ചപ്പാത്തിയാണ്. ഇപ്പൊ രണ്ടായാലും കാർബ്സ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന കാർബ്സ് ആണ്. നമ്മുടെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ രണ്ട് ഇറച്ചിയിലേക്കും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി മാറുന്നതാണ്. രണ്ടിലും ഒരേ അളവിൽ തന്നെ, ഏകദേശം ഒരേ അളവിൽ തന്നെയാണ് പ്രോട്ടീൻ ഇറങ്ങിയിരിക്കുന്നത്. രണ്ടും പ്രോട്ടീൻ റിച്ച് ഫുഡ്സ് തന്നെയാണ്. അപ്പോൾ ജിം ബ്രോസിനൊക്കെ നിങ്ങൾക്കിത് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തത് ഫാറ്റിലേക്ക് വരാം. രണ്ടും ഫാറ്റി ആയിട്ടുള്ള നല്ല ഫാറ്റ് കണ്ടന്റ് രണ്ടിലും കൂടുതലാണ്. അത് പോർക്കിലായാലും ബീഫിലായാലും രണ്ടിലും ഫാറ്റ് കണ്ടന്റ് കൂടുതലാണ്. പക്ഷേ ഫാറ്റിന്റെ കാര്യത്തിൽ പോർക്കിറച്ചി എന്ന് പറയുന്നത് ഇറച്ചികളുടെ ലോകത്തെ ഒരു നന്ദഗോപാൽമാരാണ്. കാരണം എത്ര ബീഫ് കൊണ്ട് വെച്ച് കഴിഞ്ഞാലും പോർക്കിരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും. കാരണം ഫാറ്റ് കണ്ടന്റ് വളരെ ബീഫിനെ അപേക്ഷിച്ച് കൂടുതലാണ് പോർക്കിൽ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും, ഈ ഒരു ഫാറ്റ് നിങ്ങൾക്ക് ദോഷകരമല്ലേ എന്ന്. പക്ഷെ ഈ രണ്ട് ഇറച്ചിയിലായാലും അടങ്ങിയിരിക്കുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് കൂടുതലായും അടങ്ങിയിരിക്കുന്നത്. സാച്ചുറേറ്റഡ് ഫാറ്റ്, നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ് നിങ്ങൾക്ക് ഒരിക്കലും ദോഷകരമല്ല. പകരം നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ട്രാൻസ് ഫാറ്റ് ആണ് അവോയ്ഡ് ചെയ്യേണ്ടത്. അതായത് റിഫൈൻഡ് കുക്കിംഗ് ഓയിൽസ് ആയിട്ടുള്ള പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ എന്നിങ്ങനെയുള്ള ഓയിലാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത്. ഒരിക്കലും പോർക്കിലും ബീഫിലും അടങ്ങിയിരിക്കുന്ന സാച്ചുറേറ്റഡ് ഫാറ്റ് നിങ്ങൾക്ക് ഒരിക്കലും ദോഷകരമല്ല. അടുത്തത് ഇതിന്റെ മൈക്രോ ന്യൂട്രിയൻസിലേക്ക് വരാം. മൈക്രോ ന്യൂട്രിയൻസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ രണ്ടിലും രണ്ട് ഇറച്ചിയായാലും അയണ്, സിങ്ക്, അതുപോലെ തന്നെ വൈറ്റമിൻ B6,
B12 എന്നിങ്ങനെയൊക്കെയുള്ള മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയൺ ഡെഫിഷ്യൻസി ഉള്ളവർ, അനീമിയ പോലുള്ള രോഗങ്ങളുള്ളവർ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഈ രണ്ട് ഇറച്ചിയിൽ ഏതെങ്കിലും നിങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ രണ്ടിലേതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രുചികരമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ അനീമിയ, അയൺ ഡെഫിഷ്യൻസിയൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇവിടെയാണ് നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. മൈക്രോ ന്യൂട്രിയൻസിന്റെ കാര്യത്തിൽ പോർക്കിനെ കഴിഞ്ഞും ഒരുപടി മുന്നിൽ ബീഫ് തന്നെയാണ് ഉള്ളത്. അടുത്തത് നമുക്ക് ഇതിന്റെ ഒരു ഡൈജസ്റ്റീവ് ഫാക്റ്റും കൂടെ നോക്കാം. അപ്പൊ ഇതിന്റെ ഒരു ഡൈജസ്റ്റീവ് ഫാക്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പോർക്ക് കുറച്ച് ഹെവിയാണ്. കാരണം ഇതിൽ കുറച്ച് ദോഷകരമായിട്ടുള്ള ടേപ്‌വേം പോലുള്ള ബാക്ടീരിയാസ് ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ദോഷകരമാണ്. പക്ഷെ ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, നിങ്ങൾ പോർക്കിറച്ചിയാണ് കൂടുതൽ കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിവതും പോർക്ക് സ്റ്റാളിൽ നിന്നും പോർക്ക് മേടിച്ചുകൊണ്ട് വരിക, എന്നിട്ട് വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുക. കഴിവതും നിങ്ങൾ പോർക്കിറച്ചി വെളിയിൽ നിന്നും കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് വെളിയിൽ ഹോട്ടലിൽ നിന്ന് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വിശ്വാസമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം കഴിക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ന്യൂട്രീഷനും ഡൈജസ്റ്റീവ് ഫാക്ട്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അടുത്തത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. പേഴ്സണലി എനിക്ക് ഇതേപോലെ ഒരു 6 പാക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചത് അത് ഈ 3 ഇറച്ചിയുമാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിക്കനും ബീഫും പോർക്കും എല്ലാം കഴിക്കുന്ന ആളാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ ഹോസ്റ്റലിലായതുകൊണ്ട് പോർക്കും ബീഫും കിട്ടാറില്ല. കഴിവതും വെളിയിൽ പോയാണ് കഴിക്കുന്നത്. അതും പോർക്കിറച്ചി ഒരിക്കലും വെളിയിൽ നിന്ന് കഴിക്കാറില്ല, വീട്ടിൽ ചെല്ലുമ്പോൾ മാത്രമേ കഴിക്കാറുള്ളൂ. കൂടുതലായും ബീഫും ചിക്കനും തന്നെയാണ് കഴിക്കാറ്. എങ്കിലും ഫാറ്റ്, ഞാനൊരു ഫാറ്റ് അഡിക്റ്റ് ആണ്. കാരണം മനുഷ്യന് ഷുഗർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഡിക്ഷൻ ഉള്ളത് ഫാറ്റിനോടാണ്. ഫാറ്റാണ് കൂടുതൽ കഴിക്കാറുള്ളത്. അതുകൊണ്ട് ഫാറ്റ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഇഷ്ടപ്പെട്ട ഇറച്ചി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോർക്കിറച്ചി എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി എനിക്കറിയേണ്ടത്, നിങ്ങൾക്ക് ഇതിൽ ഏത് ഇറച്ചിയാണ് ഇഷ്ടം? പോർക്കാണോ അല്ലെങ്കിൽ ബീഫാണോ ഇഷ്ടം എന്ന് ദയവായി ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ ആരുടെ ഫാൻസ് ആണ് വിജയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.